മൂന്നാറിൽ ഞങ്ങളുടെ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ കുറേ ഏലത്തോട്ടങ്ങൾ കണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെ ഒന്ന് നിർത്തി അതൊന്ന് പൊട്ടിച്ച് നോക്കി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് നോക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് വേറെ ആരുടെയെങ്കിലൊക്കെ തോട്ടമായിരിക്കും, നമ്മൾ അങ്ങനെ കയറി പൊട്ടിച്ച് ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞ ആളെന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇത്ര ദൂരം വന്നിട്ട് ഒരു ഏലക്ക പോലും ഒന്നെടുത്ത് മണത്ത് നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട് ഒരു ഏലത്തോട്ടത്തിൻ്റെ നടുക്കായിരുന്നു എന്നുള്ളത് സച്ചുവിനറിയാം, എനിക്കറിയാൻ വേണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ആൾ അത്രയും ദൂരം ഒരു ഏലത്തോട്ടത്തിൻ്റെ അടുത്ത് പോലും വണ്ടി നിർത്തിയില്ല കേട്ടോ. അങ്ങനെ അവസാനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഏലത്തോട്ടമാണ്. എത്ര വേണേലും പൊട്ടിക്കാം, എത്ര വേണേലും സ്മെല്ല് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയായിരുന്നു ഒരു ദിവസത്തെ നമ്മുടെ കംപ്ലീറ്റ് നടപ്പും കാര്യങ്ങളൊക്കെ. ഇത്രയും ഏലത്തോട്ടം കണ്ടിട്ട് ഒന്ന് അടുത്ത് പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് ഈ റിസോർട്ടിൽ വന്നപ്പോൾ മാറി കിട്ടിയിട്ടോ. നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റിസോർട്ടിൻ്റെ പേര് വിൽമൗണ്ട് റിസോർട്ട് എന്നാണ് കേട്ടോ. കുറേ പേര് കമൻസിൽ ചോദിച്ചായിരുന്നു. നേച്ചർ എൻജോയ് ചെയ്യാൻ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ റിസോർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഏലക്കയ്ക്ക് ഇത്രയും സ്മെല്ലുള്ള സ്ഥിതിക്ക് അതിൻ്റെ ഇലയ്ക്ക് എന്തെങ്കിലും മണം ഉണ്ടോ എന്ന് അറിയാമെന്ന് മണത്ത് നോക്കിയതാണ്. പക്ഷേ ഇലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ 2-3 പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പാരൻസിനൊക്കെ കാണിക്കാമെന്ന് ഓർത്ത് ഞങ്ങളിത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തുകാർക്ക് ഇത് കണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നമ്മളിത് വല്ല കാലത്തും കാണുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വന്ന ദിവസം ഞങ്ങളെ കൂടാതെ വേറെ 3 ഫാമിലിയും കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആരെയും കാണുന്നില്ല, നമുക്ക് മാത്രമായിട്ട് വലിയൊരു പ്രോപ്പർട്ടി ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴാ എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം ഞൊട്ടാഞ്ഞൊടിയനാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇത് നല്ലോണം ഉണങ്ങി നിൽക്കുന്ന കാരണം അങ്ങനെ കഴിച്ചൊന്നും നോക്കാൻ പറ്റിയില്ല കേട്ടോ. ഞൊട്ടാഞ്ഞൊടിയനാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ കറങ്ങി നടന്നു. വണ്ടിയിലിരുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാറി എനർജറ്റിക് ആയത് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഉലാത്തി നടന്നപ്പോഴാണ് കേട്ടോ. ചെറിയൊരു തണുപ്പും നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ ഒരു വലിയ ഊഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി കിടന്നപ്പോൾ ഭയങ്കര ഒരു ഹോംലി ഫീൽ ആയിരുന്നു. ഫുൾ ടൈം ട്രാവലിംഗ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ട്രാവലിംഗ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.